എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. റവന്യൂ വകുപ്പിൻ്റെ ഡിസ്ട്രിക്ട് പോർട്ടൽ വഴി നൽകുന്ന വിവിധ സർട്ടിഫിക്കറ്റുകൾക്ക് അപേക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനും ആപ്ലിക്കൻ്റ് രജിസ്ട്രേഷനുമൊക്കെ ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈലിലേക്ക് വരുന്ന OTP ഇപ്പോൾ നിർബന്ധമാക്കിയിരിക്കുകയാണ്. ഡിസ്ട്രിക്ട് പോർട്ടലിൽ പുതിയതായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് എങ്ങനെ ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ നൽകി പുതിയ അക്കൗണ്ട് എടുക്കാമെന്നും അതുപോലെ തന്നെ നിലവിൽ അക്കൗണ്ട് ഉള്ളവർക്ക് എങ്ങനെ പ്രൊഫൈലിൽ ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈലിലേക്ക് വരുന്ന OTP നൽകി അപ്ഡേറ്റ് ചെയ്യാമെന്നും മറ്റെന്തൊക്കെ കാര്യങ്ങൾക്കാണ് ആധാർ OTP ആവശ്യമായിട്ടുള്ളതുമെന്നുമാണ് ഇന്നിവിടെ നോക്കുന്നത്. ന്യൂ യൂസർ ക്രിയേഷൻ ഉൾപ്പെടെ ഡിസ്ട്രിക്ട് പോർട്ടൽ വഴി അപേക്ഷിക്കാവുന്ന വരുമാനം, ജാതി, നോൺ ക്രീമി ലെയർ അടക്കമുള്ള വിവിധതരം സർട്ടിഫിക്കറ്റുകൾക്ക് എങ്ങനെ അപേക്ഷിക്കാമെന്നുള്ള വീഡിയോകൾ ഇതിനോടകം ചാനലിൽ ലഭ്യമാണ്. ഡിസ്ട്രിക്ട് വീഡിയോസ് എന്നൊരു പ്ലേലിസ്റ്റിൽ ഇവയൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇതാണ് വെബ്സൈറ്റ്. സൈറ്റ് അഡ്രസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായി സെൻറ്റർ ഭാഗത്ത് കാണുന്ന ക്രിയേറ്റ് യുവർ അക്കൗണ്ട് നൗ എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. തുടർന്ന് വരുന്ന പേജിൽ അപേക്ഷകൻ്റെ പേരും ജെൻഡറും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ ആധാറിലുള്ളത് അതേപോലെ കൊടുക്കുക. കൂടാതെ പ്ലേസ്, ലൊക്കാലിറ്റി, ഡിസ്ട്രിക്റ്റ് തുടങ്ങിയവയും ഒക്കെ തിരഞ്ഞെടുത്ത് കൊടുക്കണം. തുടർന്ന് അപേക്ഷകൻ്റെ ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പരും ആധാർ നമ്പരും കൃത്യമായിട്ട് കൊടുക്കേണ്ടുന്നതുണ്ട്. ഇവിടെ ഈ കൊടുക്കുന്ന ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈലിലേക്കാണ് OTP വരുന്നത്. ആധാറും മൊബൈലുമായി ലിങ്ക് ചെയ്തവർക്ക് മാത്രമേ ഇങ്ങനെ അപേക്ഷിക്കാൻ സാധിക്കൂ എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. അതിനുശേഷം മെയിൽ ID ആണ് കൊടുക്കേണ്ടുന്നത്. ആ മെയിൽ ID ആണ് നമുക്ക് യൂസർ ID ആയിട്ടും ഉപയോഗിക്കേണ്ടുന്നത്. അതിന് തൊട്ട് താഴെയായിട്ട് പാസ്വേഡ് 2 പ്രാവശ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുകൊണ്ട് ആൽഫ ന്യൂമറിക് ആയിരിക്കണം. പാസ്വേഡ് ഇംഗ്ലീഷിലെ ചെറുതും വലുതും അക്ഷരങ്ങളും അക്കങ്ങളും ചിഹ്നങ്ങളും ഒക്കെ അടങ്ങിയതായിരിക്കണം. കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള നമ്പറുകളോ അക്ഷരങ്ങളോ ഉപയോഗിക്കാൻ പാടില്ല. ഉദാഹരണത്തിന് 1, 2, 3, ABCD തുടങ്ങിയവ ഉപയോഗിക്കാൻ പാടില്ല. തുടർന്നൊരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ അനുയോജ്യമായ ഒന്ന് തിരഞ്ഞെടുത്ത് അതിൻ്റെ ആൻസർ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം താഴെ ക്യാപ്ച നമ്പേഴ്സ് ഉണ്ട്, അത് അതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇത് ഒറ്റ സ്ട്രെച്ചിന് നമുക്ക് ചെയ്യാൻ കഴിയുന്നൊരു കാര്യമല്ല. 2-3 പ്രാവശ്യമൊക്കെ ചിലപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. മുകളിൽ മെയിൽ ID യുണീക്ക് ആയിരിക്കണം. നേരത്തെ കൊടുക്കാൻ പാടില്ല. അവിടെ കൊടുത്തു കഴിയുമ്പം അവൈലബിൾ ആണോ ഇല്ലയോ എന്ന് ഇതുപോലെ അത് കാണിക്കുകയും ചെയ്യും. അങ്ങനെയെല്ലാം കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് ക്യാപ്ച നമ്പരും കൊടുത്ത് താഴെ കാണുന്ന I agree പ്രസ് ചെയ്ത് വാലിഡേറ്റ് എന്നുള്ള ആ ഒരു ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. തുടർന്നൊരു പോപ്പപ്പ് വിൻഡോ വരികയും ആധാർ വെരിഫൈഡ് എന്നെഴുതി കാണിക്കുകയും അവിടെ കാണുന്ന OK ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നീട് ഒരു പോപ്പപ്പ് വിൻഡോ കൂടി വരും. ഇവിടെ നമ്മൾ മൊബൈലിലേക്ക് വന്ന ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈലിലേക്ക് വന്ന OTP ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനോടൊപ്പം ഇമെയിലിൽ വന്ന OTPയും കൂടെ ചോദിക്കുന്നുണ്ട്. പക്ഷേ അത് കമ്പൽസറി അല്ല. ഇമെയിൽ വെരിഫിക്കേഷൻ പിന്നീടും വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അതുപോലെ OTP വന്നില്ലെന്നുണ്ടെങ്കിൽ അവിടെ റീസെൻറ്റ് ബട്ടണുണ്ട്, അതിൽ പ്രസ് ചെയ്ത് കൊടുത്ത് OTP വരുത്താവുന്നതാണ്. ഞാനിവിടെ ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈലിലേക്ക് വന്ന OTP അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം താഴെയുള്ള കൺഫേമിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. തുടർന്ന് യൂസർ ക്രിയേഷൻ സക്സസ്ഫുൾ എന്ന് കാണിക്കുകയും വീണ്ടും നമ്മൾ ഇതേ യൂസർ IDയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുകയാണ് വേണ്ടുന്നത്. മുകളിൽ കാണുന്ന സൈൻ ഇൻ ലിങ്കിൽ പ്രസ് ചെയ്ത് ലോഗിൻ പേജിൽ വന്ന് നേരത്തെ കൊടുത്ത ഇമെയിൽ ID യൂസർ ID ആയിട്ടും പാസ്വേഡ് നമ്മൾ ഓർത്തിരിക്കണം. നേരത്തെ കൊടുത്ത പാസ്വേഡും കൊടുത്ത് താഴെയുള്ള ക്യാപ്ച കോഡും കൊടുത്ത് സൈൻ ഇൻ ചെയ്യുകയാണ് വേണ്ടുന്നത്. തുടർന്ന് വീണ്ടും ഒരു ചേഞ്ച് പാസ്വേഡിൻ്റെ വിൻഡോ വരുന്നതാണ്. ഇവിടെ നമ്മൾ നേരത്തെ കൊടുത്ത ഓൾഡ് പാസ്വേഡ് വീണ്ടും കൊടുക്കേണ്ടതുണ്ട്. തുടർന്ന് നമ്മൾ നേരത്തെ കൊടുത്ത പാസ്വേഡ് പോളിസി അനുസരിച്ചുള്ള പാസ്വേഡുകൾ 2 പ്രാവശ്യം ടൈപ്പ് ചെയ്ത് കൊടുത്ത് ചേഞ്ച് പാസ്വേഡിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടുന്നത്. തുടർന്ന് പാസ്വേഡ് ചേഞ്ച് സക്സസ്ഫുള്ളി എന്നുള്ള വിൻഡോ വരികയും വീണ്ടും നമ്മൾ ആദ്യം ചെയ്തതുപോലെ പുതിയ പാസ്വേഡ് കൊടുത്ത് ഒരിക്കൽ കൂടി ലോഗിൻ ചെയ്യണം. തുടർന്ന് അപേക്ഷിക്കുന്നത് ആരാണോ ആ ആൾ ഇടത് സൈഡിലുള്ള ആപ്ലിക്കൻ്റ് രജിസ്ട്രേഷൻ എടുത്ത് ആ ആപ്ലിക്കൻറ്റിനെ ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത ആളായാലും ആ ആൾ വീണ്ടും ആപ്ലിക്കൻ്റ് രജിസ്ട്രേഷൻ നടത്തേണ്ടുന്നതുണ്ട്. ആപ്ലിക്കൻറ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുത്ത് ഈ കോളംസ് എല്ലാം ഫില്ല് ചെയ്യണം. ഫോട്ടോ അപ്ലോഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. താഴെ കാണുന്ന കോളംസിൽ എല്ലാം ഫില്ല് ചെയ്യണമെന്നും നിർബന്ധമില്ല. ഇവിടെ ഒരു മൊബൈൽ നമ്പർ കൊടുക്കാം, പക്ഷേ അതിലേക്കല്ല OTP വരുന്നത്. ന്യൂ യൂസർ രജിസ്ട്രേഷൻ എന്നൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ കൊടുക്കേണ്ടുന്നത്. അതുകൊണ്ട് വിശദമാക്കുന്നില്ല. ആ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിരിക്കാം. അങ്ങനെ ഈ കോളംസ് എല്ലാം ശരിയായി ഫില്ല് ചെയ്തതിന് ശേഷം താഴെ വന്ന് ചെക്ക് ഡ്യൂപ്ലിക്കേറ്റിൽ പ്രസ് ചെയ്താൽ ഒരു പോപ്പപ്പ് വിൻഡോ വരും. OK കൊടുക്കാവുന്നതാണ്. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കണം. സബ്മിറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ ഒരു OTPയും കൂടെ ചോദിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഇപ്പോൾ കൊടുത്ത മൊബൈലിലേക്ക് വന്ന OTP അല്ല ചോദിക്കുന്നത്. ആദ്യം രജിസ്റ്റർ ചെയ്തപ്പോൾ രജിസ്റ്റേർഡ് യൂസറിൻ്റെ ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈലിലേക്ക് വന്ന OTP ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ 2 പ്രാവശ്യം ഈ ഒരു OTP ചോദിക്കുന്നുണ്ട്. അങ്ങനെ OTP കൊടുത്ത് കൺഫേമിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ യുവർ രജിസ്ട്രേഷൻ റെക്കോർഡഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നതും നമുക്കൊരു രജിസ്ട്രേഷൻ നമ്പർ ലഭിക്കുന്നതുമാണ്. ഇങ്ങനെ രജിസ്ട്രേഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്ക് സർട്ടിഫിക്കറ്റ്സ് എടുത്ത് ആവശ്യമുള്ള സർട്ടിഫിക്കറ്റുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതൊക്കെ നേരത്തെയുള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുള്ളതായതുകൊണ്ട് തുടർന്ന് അങ്ങോട്ട് പറയുന്നില്ല. മറ്റുള്ള വീഡിയോകൾ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി നിലവിലുള്ള യൂസർക്ക്
ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് വരുന്ന OTP നൽകി അപ്ഡേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ കൂടിയുണ്ട്. ഇവിടെ താഴെയായി ഫോർഗോട്ട് പാസ്വേഡ് എന്നും ഫോർഗോട്ട് ലോഗിൻ നെയിം എന്നും കാണാം. ഈ 2 പ്രോസസ്സ് ചെയ്യുന്നതിനും ഇതുപോലെ ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈലിലേക്ക് വരുന്ന OTP ആവശ്യമാണ്. ഇനി നിലവിലുള്ള യൂസർക്ക് നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന യൂസർ നെയിം, ഇമെയിൽ ID യും പാസ്വേഡും കൊടുത്ത് ക്യാപ്ച കോഡ് കൊടുത്ത് ലോഗിൻ ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇവിടെ ഇടത് സൈഡിലായി ഓൺലൈൻ രജിസ്ട്രേഷനിൽ പ്രസ് ചെയ്താൽ തൊട്ട് താഴെ ആപ്ലിക്കൻ്റ് രജിസ്ട്രേഷൻ എന്നും എഡിറ്റ് രജിസ്ട്രേഷൻ എന്നും 2 ലിങ്കുകൾ വരും. ഈ 2 ലിങ്കുകളിലും പ്രസ് ചെയ്ത് നമുക്ക് പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ആപ്ലിക്കൻ്റ് രജിസ്ട്രേഷനിൽ പ്രസ് ചെയ്തതിന് ശേഷം താഴെ വരുന്ന ആ മഞ്ഞ ബോക്സിൻ്റെ വലത്തേ അറ്റം അപ്ഡേറ്റ് പ്രൊഫൈൽ എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. ഇവിടെ നിങ്ങൾക്ക് നേരത്തെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തപ്പോൾ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ വന്നിട്ടുള്ളതായിട്ട് കാണാം. എല്ലാം ശരിയാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അന്ന് കൊടുത്ത മൊബൈൽ നമ്പരും ഇവിടെ വന്നിട്ടുണ്ട്. ആധാറിൽ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ തന്നെയാണോ ഇതെന്ന് ഉറപ്പ് വരുത്തേണ്ടുന്നതാണ്. തൊട്ട് താഴെ ഈ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടുള്ള യൂസറിൻ്റെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടുന്നതാണ്. അങ്ങനെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്തതിനു ശേഷം തൊട്ട് താഴെയുള്ള ചെക്ക് ബോക്സിൽ ഐ അഗ്രിയിൽ ടിക്ക് മാർക്ക് വരുത്തുമ്പോൾ ആ ആധാർ നമ്പർ മുകളിൽ വരും. അതിനുശേഷം അവിടെ വെരിഫൈ ആൻഡ് അപ്ഡേറ്റ് എന്ന് കാണാം. അതിൽ പ്രസ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഒരു പോപ്പപ്പ് വിൻഡോ വരും. 1 ടൈം പാസ്വേഡ് സെൻഡ് ടു യുവർ മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞ് ആ മൊബൈൽ നമ്പറിൻ്റെ ആദ്യത്തെയും അവസാനത്തെയും അക്കങ്ങൾ കാണിക്കുകയും ചെയ്യും. ഓക്കെ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നേരത്തെ വന്നതുപോലെ തന്നെ ഒരു പോപ്പപ്പ് വിൻഡോ വരുന്നതാണ്. ഇവിടേക്ക് രജിസ്റ്റേർഡ് ആധാറിൽ ലിങ്ക് ചെയ്ത മൊബൈലിലേക്ക് വന്ന OTP ടൈപ്പ് ചെയ്ത് കൊടുത്ത് കൺഫേം കൊടുക്കാവുന്നതാണ്. തുടർന്ന് അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുകയും ചെയ്യുന്നതാണ്. ഇങ്ങനെ നിലവിലുള്ള യൂസർക്ക് ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ പ്രൊഫൈലിൽ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.